കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ കർത്താവിനെ അനുവദിച്ചു. ഞാൻ യേശുവിന് നന്ദി പറയുന്നു. വി ആർ ഇൻ ദ മോസ്റ്റ് എക്സൈറ്റിംഗ് ഓഫ് ടൈംസ്. യേശു നമ്മുടെ ഇടയിൽ അത്ഭുതങ്ങൾ ചെയ്യുന്നു. ഞങ്ങളിവിടെ കേൾക്കുന്ന സാക്ഷ്യങ്ങൾ ഒക്കെ പറഞ്ഞാൽ നമ്മളത് വീണ്ടും കേട്ട് കഴിയുമ്പോൾ നമ്മൾ തന്നെ ആദ്യം വിചാരിക്കും, എന്നെ നമ്മൾ ഈ കേൾക്കുന്നേ, യേശുവിന് ഇങ്ങനെയും ചെയ്യാൻ പറ്റുമല്ലേ? യേശുവിന് അങ്ങനെയും ചെയ്യാൻ പറ്റും. ഹീ ഈസ് ഗോഡ്. ഹീ ക്യാൻ ഡു എനിത്തിങ്. ഇവിടെ ഞങ്ങളിന്ന് നാഗ്പൂരിലെ മീറ്റിംഗ് കഴിഞ്ഞ് വന്നേ ഉള്ളൂ. അമേസിങ് മീറ്റിംഗ് ആയിരുന്നു. ഇറ്റ് വാസ് ഓസം. കർത്താവിൻ്റെ സാന്നിധ്യം അവിടെ ഇറങ്ങി നിൽക്കുമായിരുന്നു. ആദ്യത്തെ ദിവസം തന്നെ രാവിലെ പാസ്റ്റേഴ്സ് കോൺഫറൻസും വൈകുന്നേരം മെയിൻ ക്രൂസൈഡും ആയിരുന്നു. രാവിലത്തെ മീറ്റിങ്ങിൽ ആദ്യത്തെ ദിവസം മൊത്തം തീം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്നേഹമായിരുന്നു. അപ്പം ദൈവത്തിൻ്റെ സ്നേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം തന്നെ അവിടെ ഇറങ്ങി നിന്നാൽ എങ്ങനെ ഇരിക്കും? യേശു തന്നെ അവിടെ ഇറങ്ങി വന്ന് യേശുവിൻ്റെ സ്നേഹം അവിടുത്തെ ആൾക്കാർക്ക് തൊടാമായിരുന്നു. ഇതുവരെ വർഷങ്ങളായ പാസ്റ്റർമാർ അവിടെ നിന്ന് കരയുന്നു. ഇറ്റ് വാസ് ആൻ അമേസിങ് സൈറ്റ്. ദീസ് ആർ തിങ്സ് ദാറ്റ് മാൻ കാൺ ഡു. ഇറ്റ് ഈസ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിന് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ നാഗ്പൂർ മീറ്റിംഗ് ആണെങ്കിൽ ഭയങ്കര അനുഗ്രഹമായിരുന്നു. ഈ വരും ദിവസങ്ങളിൽ നമുക്ക് അതിൻ്റെ ക്ലിപ്പിങ്ങുകളെല്ലാം കാണാൻ പറ്റും. ഏറ്റവും അവസാനത്തെ ദിവസത്തെ മെസ്സേജ് വാസ് സംതിങ് വിച്ച് ടച്ച്ഡ് മൈ ഹാർട്ട് ഭയങ്കരമായിട്ട് കേട്ടോ. ഐ ഹാഡ് എ പേഴ്സണൽ എൻകൗണ്ടർ വിത്ത് ജീസസ്. ഐ ഹേർഡ് ഹിം സ്പീക്ക് ടു മീ. ആൻഡ് അതാ ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ് ഇവിടെ. ആദ്യം തന്നെ നിങ്ങളോട് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ഞാൻ അങ്ങ് എക്സൈറ്റഡ് ആയി പോവാം. യേശു അങ്ങനെയാണ്, ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. ഹീ ഗിവ്സ് ന്യൂ തിങ്സ്. ഹീസ് നോട്ട് എ ഗോഡ് വിച്ച് നിങ്ങൾ പഴയൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു അതും കൊണ്ട് തന്നെ പോയിക്കോ. നോ 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 ഹീസ് എ ന്യൂ ഗോഡ്, ഫ്രഷ്. ഓൾവേസ് ഹീസ് ഗിവ്സ് ഫ്രഷ് തിങ്സ്. അതാണ് ഞങ്ങളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ TNTയുടെ കൂടെ. TNT എന്ന് പറയുന്നത് ടീൻസ് ആൻഡ് 20s, വേറെ ഒന്നുമല്ല കേട്ടോ. ഇറ്റ്സ് ടീൻസ് ആൻഡ് 20s. നമ്മുടെ ക്യാമ്പ് ഉണ്ടായിരുന്നു, കോലഞ്ചേരി വെച്ചാണ് നടന്നത്. ആൻഡ് വി സോ അമേസിങ് തിങ്സ്. ഇപ്പോൾ 1-2 ആൾക്കാർ മാത്രമല്ല നിറഞ്ഞ് യേശുവിൽ നിൽക്കുന്നത്. 3500ഓളം പിള്ളേർ ഒരു സമയത്ത്. അതിനകത്ത് ഒരു പിള്ളേർ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയൊന്നുമില്ല ഇരുന്നത്. എവ്രി വൺ ഒരു സ്ട്രിക്റ്റ്. ആദ്യത്തെ ദിവസമൊക്കെ പിള്ളേർക്ക് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. പുറത്തുനിന്ന് നമ്മുടെ കേരളത്തിലല്ലാതെ നിന്ന് വന്ന പിള്ളേർക്കൊക്കെ ആദ്യം ചെറിയ ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. അവർ ആദ്യമായിട്ട് പായ കിടക്കുന്നു. ഈ പറയുന്ന ഫാൻ കുറവാണ്, ലിമിറ്റഡ്. ദേ ഹാഡ് ടു അഡ്ജസ്റ്റ്. But after the first day, they were all filled with the Holy Spirit. And they started to experience Jesus. അപ്പം കംപ്ലൈൻ്റ് എല്ലാം മാറി. അങ്ങനെ 3500 പിള്ളേരും യേശുവിൽ നിറഞ്ഞ് ഇപ്പോൾ ഓരോ ദിവസം ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന സാക്ഷ്യങ്ങൾ എന്ന് കേട്ടാൽ രോഗികൾ സൗഖ്യമാകുന്നു, അവർ ദൂതന്മാരെ കാണുന്നു, യേശുവിനെ കാണുന്നു, പിതാവാം ദൈവമായിട്ട് എൻകൗണ്ടർ. ചില സമയത്ത് നമ്മൾ തന്നെ വിചാരിച്ചു പോകും കേട്ടോ, ഇത് എന്നൊക്കെയായി പറയുന്നത്? പിതാവാം ദൈവത്തെ കാണാൻ പറ്റുമോ? ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന ഒരു സാക്ഷി അങ്ങനത്തെ ഒരു സാക്ഷിയാണ്. ഹിസ് എൻകൗണ്ടർ വിത്ത് ഫാദർ ഗോഡ് ആൻഡ് ജീസസ്. കാണാൻ പറ്റുമോ? കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ബൈബിളും അത് തന്നെയാണ് പറയുന്നത്. ഇഫ് യു ടേൺ ടു മാത്യു 5:8, ഇറ്റ് സേസ്, ബ്ലെസ്ഡ് ആർ ദ പ്യൂർ ഇൻ ഹാർട്ട്, for they shall see the Lord എന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇഫ് യു ഗോ ഓൺ ടു Luke 10:22, all the things have been delivered to me by my Father. യേശു പറയാട്ടോ. And no one knows who the Son is except the Father, and who the Father is except the Son, and the one to whom the Son wills to reveal him. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ദ സൺ വിൽസ്, ഹി വിൽ റിവീൽ എന്ന് എഴുതിയിരിക്കുന്നത്. യേശുവിന് തോന്നി നമ്മളാരാ ദൈവത്തോട് ചോദിക്കാൻ? ഹൂം എവർ ദ സൺ വിൽസ് ഹി വിൽ റിവീൽ പുതിയൊരു സൃഷ്ടിച്ച് കാണിക്കുന്നതല്ല. ആ കർട്ടൻ എടുത്ത് മാറ്റുക എന്നേ ഉള്ളൂ റിവീൽ എന്ന് പറയുന്നത്. സോ ഹൂ എവർ ഗോഡ് വിൽസ്, ഇഫ് യു ലവ് ഹിം, യേശു അതല്ലേ പറഞ്ഞേ, ഇഫ് യു ലവ് മീ ഐ വിൽ മാനിഫെസ്റ്റ് മൈ സെൽഫ് ടു യു, ദെയർ വോണ്ട് ബി എനി സീക്രറ്റ്സ്. ആൻഡ് ദ വൺ തിങ് ദാറ്റ് ഐ നോട്ടിസ്ഡ്, ഈ പിള്ളേരുടെ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, അവരാണെങ്കിൽ കണ്ണു അടച്ചങ്ങ് വിശ്വസിക്കും. നമ്മൾ ഇച്ചിരി കൂടെ
ഇപ്പം പ്രായമായി ഓരോ ദിവസം ഇപ്പോൾ നമ്മൾ സ്കൂളിൽ പോകുന്നു. ഇപ്പം ഞാനാണെങ്കിൽ എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ എല്ലാം കഴിഞ്ഞിരിക്കുന്നു. അത്രയാണെങ്കിൽ പഠിച്ചു, നമുക്ക് ലോകത്തിലെ കാര്യങ്ങളെല്ലാം അറിയാം. യു ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ് വിത്ത് യുവർ മൈൻഡ്. പക്ഷെ പിള്ളേരെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ കൊച്ചിലെ സ്പൈഡർമാൻ ഉണ്ട്, സൂപ്പർമാൻ ഉണ്ട്, കാർട്ടൂൺ കാണുന്നതല്ല അതുപോലെ തന്നെ ഞാൻ വിശ്വസിക്കുമായിരുന്നു. ഈ പിള്ളേരുടെ ഇടയിൽ യേശു ഉണ്ടെന്ന് പറഞ്ഞാൽ ദേ ബിലീവ് ഇറ്റ്. യേശു അതുകൊണ്ട് തന്നെ ആയിരിക്കും പറഞ്ഞത്, യു ടേൺ, നിങ്ങൾ തിരിച്ച് ശിശുക്കളെ പോലെ ആകുക. ഓൺലി ദെൻ യു വിൽ ഇൻഹെറിറ്റ് ദ കിങ്ഡം ഓഫ് ഹെവൻ. ബിലീവ് ഇൻ ഹിം. യു ഡോണ്ട് ട്രൈ ടു ഫിഗർ ഇറ്റ് ഓൾ ഔട്ട് വിത്ത് യുവർ ബ്രെയിൻ. നോ, യു ഫീൽ ഇറ്റ്, യു എക്സ്പീരിയൻസ് ഹിസ് ലവ്. ഓ ടേസ്റ്റ് ആൻഡ് സീ ദാറ്റ് ദ ലോർഡ് ഇസ് ഗുഡ്. ഡോണ്ട് ട്രൈ ആൻഡ് അണ്ടർസ്റ്റാൻഡ് എന്നൊന്നും അവിടെ പറയും. ഓ ടേസ്റ്റ് ആൻഡ് സീ, ഫീൽ ഇറ്റ്. അപ്പം അങ്ങനത്തെ ഒരു സാക്ഷിയാണ് നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത്. സ്വർഗത്തിൽ ശലോമോൻ എന്ന് പറഞ്ഞ ആ മോൻ്റെ പേര്. ആ സാക്ഷ്യം ഞാൻ ആദ്യം കേട്ടപ്പം ഞാൻ തന്നെയാണെങ്കിൽ ഫയറായിപ്പോയി. നിങ്ങൾ ഈ സാക്ഷ്യം കാണണം. ഇറ്റ് ഈസ് ആൻ അമേസിങ് ടെസ്റ്റിമണി ആൻഡ് ദിസ് ഈസ് വൺ ഓഫ് ഹൺഡ്രഡ്സ്. ഈ ഞാൻ കുവൈറ്റിലെ മീറ്റിങ്ങും 2 ആഴ്ച മുന്നേ ഉണ്ടായിരുന്നു. അവിടെ ഒരു പുതിയതായിട്ടൊരു കൊച്ചു വന്നു. അപ്പം നമ്മൾ ഓർക്കും ഇത് എപ്പോഴും ഈ മീറ്റിങ്ങും പ്രാർത്ഥനയായിട്ട് ഒക്കെ നിൽക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ ഈ അനുഭവം, അല്ലെങ്കിൽ അവർ കേട്ട് പറയുന്നതായിരിക്കും. പക്ഷേ കുവൈറ്റ് മീറ്റിങ്ങിൽ ഒരു പയ്യൻ ആദ്യമായിട്ട് വന്നു. മീറ്റിങ്ങിൻ്റെ ഇടയിൽ പരിശുദ്ധാത്മാവ് മോൻ്റെ മേളിൽ ഇറങ്ങി. പുള്ളിയാണെങ്കിൽ അവിടെ സ്ലെയിനാകുകയും എണീറ്റ് വരുമ്പം പയ്യൻ പറയുക, ഞാൻ ദൂതന്മാരെ ഇവിടെയെല്ലാം കാണുന്നു, ഇവിടെയാണെങ്കിൽ ഭയങ്കര, എനിക്കാണെങ്കിൽ ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല. ഒരു പുതിയൊരു കൊച്ചത് പറയുമ്പോൾ ഇറ്റ് ഈസ് മോർ കൺഫേമിങ് ടു അസ്. സ്വർഗത്തിൽ പോകുന്ന കാര്യം, ദൈവത്തെ കാണാൻ ഒക്കെ പറ്റാഴികയൊന്നുമില്ലല്ലോ. ഉണ്ടോ? ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പം നമ്മൾ ചന്ദ്രനിൽ നമ്മൾ പോയിട്ടില്ല. അപ്പം നമ്മൾക്ക് ചന്ദ്രനില്ല എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ബൈബിളിനകത്ത് പറയുന്നത് ഞാൻ അതുപോലെ തന്നെ വിശ്വസിക്കുന്നു. I believe each and every little word in this Bible. This is the perfect human manual as well. And whoever the Son wills, he will reveal the Father. So, അമ്മ ചോറ് വാരി 2 ചോറ് വാരി തന്നപ്പോഴത്തേന് ഞാൻ ചുമച്ചപ്പം അമ്മ പറഞ്ഞ്, അപ്പു ചുമക്കല്ലേ, അപ്പു എൻ്റെ വീട്ടിൽ വിളിക്കുന്നവരാ, അപ്പു ചുമക്കല്ലേ, അന്നേരം എനിക്ക് പേടിയാ. അന്നേരം 2 ചുമച്ചുള്ളൂ. പെട്ടെന്ന് എനിക്ക് ശ്വാസം കിട്ടാതായി. ഞാൻ പെട്ടെന്ന് ഇട്ടിരുന്ന ഉടുപ്പൊക്കെ ഊരി എറിഞ്ഞ് എനിക്ക് ശ്വാസം തീരെ ഇല്ലാതായി. ഞാൻ സിറ്റൗട്ടിൽ പോയിരുന്നു. എൻ്റെ അമ്മച്ചി വന്നിരുന്നപ്പോൾ അമ്മച്ചിയോട് പറഞ്ഞ്, അമ്മച്ചി ഞാൻ പോവുക, എനിക്ക് തീരെ വയ്യ. അന്നേരം പെട്ടെന്ന് തന്നെ അമ്മ ഓട്ടോ വിളിച്ച്, ഞങ്ങൾ ഓട്ടോ വിളിച്ചിട്ട് ഓട്ടോ പോലും വരാത്ത ഒരു അവസ്ഥയാണ് എനിക്ക് തോന്നണത്. പക്ഷെ പെട്ടെന്ന് ഓട്ടോ വന്ന് ഈ ക്രോസ് എന്ന് പറയാൻ ഒരുപാട് വണ്ടി അവിടെ കിടപ്പുണ്ട്. ഈ ക്രോസ് അടച്ചിട്ട സമയത്ത് ആ ചേട്ടൻ എന്തോ ഒരു ഗ്യാപ്പിൽ കൂടി ഫ്രണ്ടിൽ ചെന്നു. ആ സമയം കൊണ്ട് അപ്പു തണുത്തെന്ന് പറയാൻ ശരിക്കും മരിച്ച ഒരാളെ നമ്മൾ തൊട്ട് നോക്കുമ്പം ഒരു തണുപ്പ് ഫീൽ ചെയ്യത്തില്ലേ. ഞാൻ ശരിക്കും തണുത്ത് അമ്മയുടെ മടിയിലോട്ട് വീണിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ പോവുക, എനിക്ക് ശ്വാസം കിട്ടുന്നില്ല. അങ്ങനെ മരിച്ചതുപോലായി ഞാൻ. അപ്പു പോവാണ്. പക്ഷെ അപ്പ എന്നോട് പറഞ്ഞു, അമ്മ പോവാ അമ്മ എന്ന് പറഞ്ഞ്. പക്ഷേ അത് എനിക്ക് നന്നായിട്ട് തിരിയത്തുമില്ല. എൻ്റെ നാക്ക് കുഴഞ്ഞു പറഞ്ഞാൽ പോവാന്ന് തലയിട്ടാട്ടിക്കൊണ്ട്. അല്ല ഞാൻ അവിടെ നിന്ന് ചിന്തിച്ചു, അപ്പു പോയാൽ എൻ്റെ 2 മക്കളും അനാഥരാകും. അന്നേരം അവരെ കൂടി അനാഥരാക്കാൻ എൻ്റെ ദൈവം എന്തായാലും സമ്മതിക്കത്തില്ല. അമ്മ അത്രയും പേര് നിൽക്കുന്നെന്നോ അല്ല ആൾ നിൽക്കുന്നെന്നോ ഒന്നും നോക്കിയില്ല. അമ്മ അന്നേരം തന്നെ യേശു എന്ന് വിളിച്ചു. എനിക്ക് യേശു എന്ന് വിളിക്കണമെന്നുണ്ട്, പക്ഷെ അതിനുള്ള ശ്വാസം ഇല്ല. ഞാൻ വിളിക്കാൻ ഒത്തില്ല എനിക്ക്. അത് ഞാൻ റോഡാണെന്നോ ഒരു ക്രോസ് ആണെന്നോ ജനങ്ങൾ നിൽക്കുന്ന ഒന്നും ചിന്തിച്ചില്ല. ഞാനതിന് ഉറക്കെ വിളിച്ചു തന്നെ, എനിക്ക് അപ്പുവിനെ എനിക്ക് തിരിച്ചു വേണം, എൻ്റെ യേശുവിനെ എനിക്ക് എൻ്റെ അപ്പുവിനെ ഇനി തിരിച്ചു തരാൻ പറ്റത്തുള്ളൂ. എൻ്റെ യേശുവിനല്ലാതെ ആർക്കും മരിച്ചു പോയ ഒരാളെ ഉയർപ്പിക്കാൻ പറ്റത്തില്ല. അന്നേരം ഞാൻ ഉറക്കെ വിളിച്ചു, യേശു എനിക്ക് എൻ്റെ മോനെ വേണമെന്ന് പറഞ്ഞ് കരഞ്ഞപ്പോൾ 4 വശത്തേക്ക് ആളുകൾ എന്നെ ശ്രദ്ധിച്ചു. അന്നേരം തന്നെ അമ്മ യേശു എന്ന് വിളിച്ചപ്പം പെട്ടെന്ന് തന്നെ എൻ്റെ ഹൃദയത്തിൽ എന്തോ ഒന്നൊരു ഇടിക്കുന്ന കൂട്ടൊരു തോന്നി. അത് അമ്മയ്ക്കും അതുകൂട്ട് തന്നെ തോന്നി. പെട്ടെന്ന് തന്നെ ഞാൻ അമ്മേന്ന് ഉറക്കെ വിളിച്ച് എനിക്ക് ശ്വാസം കിട്ടി. നമ്മളുടെ കൂടെ ഇരുന്ന ഒരാൾ നമ്മളുടെ ദേഹത്തിടിക്കുമ്പോൾ അടുത്തിരിക്കുന്ന ഒരാൾക്കൊരു ആയം വരുന്നത് പോലെ
അപ്പു എൻ്റെ മടിയിൽ കിടക്കുമ്പോൾ എൻ്റെ ദേഹത്തോട് ശരിക്കും ഒരു ആയം വരുകയും അപ്പു അമ്മ എന്ന് വിളിക്കുകയും കൂടിയായിരുന്നു എന്നെ. അന്നേരം അപ്പു അമ്മേന്ന് വിളിക്കുകയും ഞാനന്നേരം എൻ്റെ അമ്മയോട് പറഞ്ഞ്, അമ്മ എൻ്റെ അപ്പൂനെ എനിക്ക് എൻ്റെ ദൈവം തിരിച്ചു മടിയിലിട്ട് തന്നിട്ട് പോയതമ്മ എന്ന്. എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണത്. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഡോക്ടറെ ആരോ ഇറക്കി നിർത്തിയതുപോലെ ഈ ഡോക്ടർ ഞങ്ങളെ കാത്ത് നിൽക്കുന്നത് പോലെയാണ് ആ ഹോസ്പിറ്റലിന് പുറത്ത് നിൽക്കുന്നത്. പെട്ടെന്ന് തന്നെ ഓക്സിജൻ ഇട്ടപ്പം ഓക്സിജൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഓക്സിജൻ കുറഞ്ഞ് 60 ആയി. എന്നോടാണ് ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞത് എൻ്റെ മകനെ എനിക്ക് കിട്ടുമെന്ന് ഉറപ്പില്ല. പക്ഷെ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, എൻ്റെ യേശു എനിക്ക് സൗഖ്യം തരാൻ മതിയായവന. ലോകത്തിലെ ഏറ്റവും വലിയ ഡോക്ടറിൻ്റെ അപ്പനാന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ കിടന്ന് യേശു യേശു എന്ന് വിളിച്ച് അത് പറഞ്ഞ് ഡോക്ടർ ഇങ്ങോട്ട് വന്ന് 60 കിടന്ന് ഓക്സിജന് പെട്ടെന്ന് ഡോക്ടർ വന്ന് എന്നോട് ഓക്സിജൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പം 60 കിടന്ന ഓക്സിജൻ 92 ആയി, 95 ആയി, പിന്നെ 99 ആയി. പെട്ടെന്ന് അവിടെ കിടന്ന് ഞാൻ വിളിച്ച യേശു യേശു എന്ന്. എനിക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു എൻ്റെ അപ്പൻ എനിക്ക് ശ്വാസം തരുന്നവനാ. എനിക്ക് എൻ്റെ യേശു എൻ്റെ അപ്പൂനെ തിരിച്ചു തന്നു. അപ്പുവിനോട് പിന്നെ ചോദിച്ചപ്പോൾ അപ്പു മരണം കണ്ടു, അപ്പു മരിച്ചു പോയതാണ്. ഇന്നിത് ഈ സാക്ഷ്യം പറയാൻ ഞാനിവിടെ നിൽക്കുന്നത് എൻ്റെ അപ്പൻ്റെ ശ്വാസത്തിലാണ്. ഇപ്പം ദൈവം ആദ്യമേ മനുഷ്യനുണ്ടാക്കി ജീവശ്വാസം മൂക്കിൽ ഊതിയപ്പോൾ ജീവൻ വന്നെന്ന് പറയുന്ന തൊട്ട് മരിച്ച എന്നെ എൻ്റെ അപ്പൻ്റെ ശ്വാസം ഊതി ഇന്ന് ജീവനോടെ ഇവിടെ ഇരുത്തിയേക്കുക. അപ്പൻ്റെ സാക്ഷ്യം പറയാൻ ഇന്ന് വലിയൊരു സാക്ഷിയാണ് ഞാൻ. എൻ്റെ അപ്പൻ്റെ ശ്വാസം ഇന്ന് ഇവിടെ എൻ്റെ മൂക്കിലൂടെ പോകുന്നതെല്ലാം. തുടർന്ന് മരണത്തിൽ നിന്നും ജീവനിലേക്ക് മടങ്ങി വന്ന ശലോമോൻ TNT ക്യാമ്പിൽ കടന്നു ചെന്നപ്പോൾ പരിശുദ്ധാത്മാവ് തന്നെ സ്വർഗീയ ദർശനങ്ങളാൽ നിറയ്ക്കുകയായിരുന്നു. കോലഞ്ചേരിയിലെ മീറ്റിങ്ങിന് പോയി. സത്യം പറയാം, മീറ്റിങ്ങിന് പോയില്ലായിരുന്നെങ്കിൽ എനിക്ക് ഭയങ്കര നഷ്ടമായേനെ. അന്ന് പോയി ആദ്യത്തെ ദിവസം തന്നെ പരിശുദ്ധാത്മാവ് എൻ്റെ മേലെ ഇറങ്ങി കത്തുമായിരുന്നു, ഭയങ്കര തീയായിരുന്നു. പരിശുദ്ധാത്മാവിനെ കാണിക്കാം. പരിശുദ്ധാത്മാവതാ അവിടുന്ന് പരിശുദ്ധാത്മാവ് വന്നിരിക്കുക. കത്താത്തവരെ കത്തിക്കാൻ ആ അഗ്നി കർത്താവ് പരിശുദ്ധാത്മാവ് അയച്ച് വന്നിരിക്കുക. ദൂതന്മാരെ എഴുന്നേൽപ്പിച്ചിട്ട് എന്നോട് പറഞ്ഞ് ഒന്ന് ചുറ്റിനൊന്ന് നോക്കിക്കേന്ന് പറഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഇടതും വലതും ദൂതന്മാരിക്കുന്നുണ്ട്. അന്ന് തങ്കങ്ങൾ പറഞ്ഞായിരുന്നു, നിങ്ങൾ സ്വർഗീയ രഥങ്ങളും അഗ്നി രഥങ്ങളും ഒക്കെ കാണും. ഞാൻ അന്ന് നോക്കി. എന്നോട് പറഞ്ഞ്, ശലോമോനെ പുറകിലോട്ടൊക്കെ ഒന്ന് നോക്കിക്കേന്ന് പറഞ്ഞപ്പം ചുറ്റിനും നോക്കിയപ്പം മൊത്തം ദൂതന്മാര് എല്ലാവരുടെ ഇടതും വലതും നിൽക്കുന്നു. അതുകൊണ്ട് അഗ്നി രഥങ്ങൾ വന്ന് നിൽക്കുന്നു, ചുറ്റിനും വന്ന് നിൽക്കുന്നു. ഞാൻ കിടന്നപ്പം യേശുവിനോട് പറഞ്ഞ്, പപ്പ ഇന്ന് എനിക്ക് സ്വർഗത്തിൽ പോയേ ഒക്കത്തുള്ളു. ഞാൻ കിടന്ന് നേരത്തെ പ്രാർത്ഥിച്ചപ്പം എന്നെ 2 മുൾപടർപ്പ് കാണിച്ചായിരുന്നു. അന്നേരം എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ അന്നേരം അമ്മയോട് പറഞ്ഞു, അമ്മ ഇതുകൂട്ട് എന്നെ കാണിച്ച്, എനിക്കൊന്നും മനസ്സിലായില്ല. അന്നേരം ഞാൻ ഈ സ്വർഗത്തിൽ ചെന്ന് എന്നെ ഒരാൾ തട്ടി വിളിച്ച് എഴുന്നേറ്റ് നോക്കിയപ്പം ഈ മുൾപടർപ്പ് നിന്ന് കത്തുക. ഈ മോശ കണ്ടുകൂട്ട് മുൾപടർപ്പ് നിന്ന് കത്തുമെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര നല്ലപോലെ കത്തുന്നു. ഞാൻ നോക്കി നിന്നപ്പോൾ എന്നോട് പുറകിൽ നിന്ന് ഒരാൾ തട്ടി വിളിച്ചിട്ട് പറഞ്ഞു, അപ്പൂസ എന്താ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പം എൻ്റെ യേശു അവിടെ നിൽക്കുന്നു. ഞാൻ നല്ല വൃത്തിക്കുണ്ട്. ഇപ്പോൾ ഒരു മനുഷ്യനെ ഇപ്പം ഇങ്ങനെ തട്ടി വിളിക്കുമ്പം നമുക്കറിയുന്ന കൂട്ട് അതുകൂട്ട് ഞാൻ അറിഞ്ഞു. അന്നേരം ഞാൻ പറഞ്ഞു, ഞാൻ പപ്പ എന്നാണ് വിളിച്ചത്. പപ്പ എന്താ എന്നെ ഇങ്ങനെ കാണിച്ചതെന്ന് എനിക്കൊന്നും മനസ്സിലായില്ല. എന്താ പപ്പ എന്നെ ഇത് കാണിച്ചതെന്ന്. അന്നേരം ഞാൻ പറഞ്ഞു. അന്നേരം എന്നോട് പപ്പ പറഞ്ഞു, ഞാൻ കൊണ്ട് കാണിക്കാന്ന് പറഞ്ഞു. അന്നേരം ഞാൻ പറഞ്ഞു, ഞാനൊന്ന് ഒറ്റയ്ക്ക് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞു. അന്നേരം യേശു ചിരിച്ചോണ്ട് പറഞ്ഞു, എന്നാ പോയി നോക്കിയിട്ട് വരാൻ പറഞ്ഞു. മുൾപടർപ്പ് ദൂരെ നിൽക്കുക. ഞാൻ 2 അടി മുമ്പോട്ട് വെച്ചില്ല, തീ കൊണ്ട് ഞാൻ പുറകോട്ടിങ്ങ് പോയി. ഞാൻ പപ്പാടെ പുറകിൽ പോയി നിന്നിട്ട് പറഞ്ഞു, എനിക്ക് ഒറ്റയ്ക്ക് പോകാനൊക്കത്തില്ല. അന്നേരം ഓർത്ത് വേണം, നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാനൊക്കത്തില്ല. യേശു കൂടെ ഉണ്ടെങ്കിലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാനൊക്കത്തുള്ളൂ. നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുമെന്ന് വിചാരിച്ച് ഒന്നും നടക്കത്തില്ല. അന്നേരം ചെയ്യാൻ പറ്റാത്ത കാര്യം ഇതുപോട്ട് പറഞ്ഞേക്കണം, എനിക്ക് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാനൊക്കത്തില്ല, എൻ്റെ യേശു കൂടെ വേണം.
ചെയ്താൽ അത് നടക്കും. ഞാൻ പറഞ്ഞു എനിക്ക് ഒറ്റയ്ക്ക് പോകാനൊക്കത്തില്ല, എൻ്റെ പപ്പായും കൂടെ വാ. അന്നേരം പറഞ്ഞ് എന്നാൽ ഞാനും കൂടെ വരാമെന്ന് പറഞ്ഞ് എൻ്റെ കൈ പിടിച്ചുകൊണ്ട് പോയി. നമ്മളിപ്പോൾ ഒരാളുടെ കൈ എങ്ങനെ പിടിക്കുന്നു അതുകൂട്ട് ഞാൻ നല്ല വൃത്തിക്ക് ഫീൽ ചെയ്തത്. എൻ്റെ കൈക്ക് പിടിച്ച് എന്നെ കൊണ്ടുപോയപ്പോഴും ചൂടുണ്ട്. അന്നേരം ഞാൻ പുറലോട്ട് പോയപ്പോൾ നമ്മളിപ്പോൾ ഒരു കുഞ്ഞു പിള്ളേരെ ഇങ്ങനെ തോളെ കിടത്തുന്ന കൂട്ട് എന്നെ തോളെ കിടത്തി. അതെനിക്ക് നല്ലതുപോലെ അറിയാനൊത്ത്. എന്നെ ഇങ്ങനെ തോളെ കിടത്തിയിട്ട് ഞാൻ കണ്ണടച്ച് കിടക്കുക. അന്നേരം എന്നോട് പറഞ്ഞു കണ്ണ് തുറന്ന് നോക്കാൻ പറഞ്ഞപ്പോൾ ആ മുൾപടർപ്പിൻ്റെ അടുത്ത് നിൽക്കുക. അന്നേരം എന്നോട് പറഞ്ഞ് നോക്കാൻ പറഞ്ഞു. ഞാൻ നോക്കിയപ്പം ഒന്നും കണ്ടില്ല. അന്നേരം എന്നോട് ചോദിച്ചു എന്തെങ്കിലും കണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, ഒന്നും കണ്ടില്ല. അന്നേരം പറഞ്ഞു ഒന്നും കൂടെ സൂക്ഷിച്ച് നോക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ സൂക്ഷിച്ച് നോക്കിയപ്പം അതിനകത്ത് മൊത്തം ഞങ്ങൾ ക്യാമ്പിന് പോയി കോലഞ്ചേരി പോയി TNTയുടെ പിള്ളേർ മൊത്തം നിന്ന് കത്തുന്നത് ഞാൻ നല്ല വൃത്തിക്ക് കണ്ട്. നിന്നങ്ങ് കത്തുക. അതുകൊണ്ട് വേറെ മുൾപടർപ്പുണ്ട്. ഞാൻ 2 മുൾപടർപ്പാണ് കണ്ടത്. ഞാൻ ചോദിച്ച് മറ്റേ മുൾപടർപ്പ് എന്തുവാ? അന്നേരം പറഞ്ഞ് ഞാൻ കാണിച്ചു തരാം, വരാൻ പറഞ്ഞു. അന്നേരം ചെന്നപ്പം മറ്റേ മുൾപടർപ്പ് ഇതുകൂട്ട് തന്നെ നിന്ന് കത്തുന്നു. അന്നേരം എന്നോട് ഞാൻ പറഞ്ഞു ഞാൻ നോക്കട്ടെ. അന്നേരം എന്നെ എടുത്തോണ്ട് തന്നെ പോയി കാണിച്ചപ്പം നമ്മുടെ ഈ ഹെവലി ഫീസ്റ്റിലെ പാസ്റ്റർമാർ എല്ലാവരും നിന്നങ്ങ് കത്തുവെന്ന് പറഞ്ഞാൽ ഭയങ്കര തീയാലങ്ങ് കത്തി അങ്ങ് ഭയങ്കര തീ. അന്നേരം ഇതെല്ലാം രാത്രി നടക്കുന്ന കാര്യമാണ്. അന്നേരം ഞാൻ അവിടെ സ്വർഗത്തിലായിരുന്നു. കുറേ നേരം അങ്ങ് കളിച്ച് നടന്നപ്പോൾ എന്നോട് യേശു ചോദിച്ച് എൻ്റെ പപ്പായെ കാണണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കാണണം, എന്തായാലും ഇവിടം വരെ കൊണ്ടുവന്നല്ലേ, ഒന്ന് കാണിച്ചേക്കണം. അന്നേരം എന്നെ എടുത്തോണ്ട് തന്നെ പോയത്. ചെന്നപ്പം നമ്മൾ ഈ സൂര്യനെ നേരെ നോക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൂട്ട് ആ സൂര്യനെക്കാട്ടിലും വെട്ടത്തി 10-14 സൂര്യൻ്റെ വെട്ടത്തി അങ്ങ് കാണും. ഞാൻ അന്നേരം അത് വെട്ടമടിച്ച് ഞാൻ കരഞ്ഞ് പുറലോട്ട് കിടന്ന്. അന്നേരം എന്തുകൊണ്ട് ചോദിച്ചു എന്താ അപ്പൂസേ എന്തോ പറ്റിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്നെ കാണിക്കാന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ട് വെറുതെ വിട്ടാൽ ഞാൻ പോകത്തില്ലേ, എന്നെ കാണിക്കാന്ന് പറഞ്ഞ് കൊതിപ്പിച്ച് കൊണ്ടുവന്നേ, ഞാൻ പോകത്തില്ല, എന്നെ കാണിച്ചു നോക്കത്തുള്ളൂ. എന്നോട് ചോദിച്ച് മുമ്പിൽ ആളിരിപ്പില്ലേ, പിന്നെന്താ കണ്ടാലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഈ വെട്ടത്തിൽ ഞാൻ എങ്ങനെ കാണാനോ, ഒരു സൂര്യനെ തന്നെ കാണാൻ പെടുന്ന പാട് ഞങ്ങൾക്കേ അറിയത്തുള്ളൂ, നേരെ നോക്കാൻ പോലും വയ്യ, താഴെ കൂടെ നടന്നാൽ തന്നെ ചൂടാ. അന്നേരം എന്നോട് പറഞ്ഞു അന്ന് ഒരു കാര്യം ചെയ്യും, താഴെ ഇറങ്ങി എൻ്റെ കൈക്ക് മുറുക്ക പിടിക്കാൻ പറഞ്ഞു. ഞാൻ താഴെ ഇറങ്ങി കൈക്ക് നല്ല വൃത്തിക്ക് മുറുക്ക പിടിച്ച്, നമ്മളിതാണ്ട് ഇതുകൂട്ടാണ് ഞാൻ പിടിച്ച് നോക്കി കണ്ണടച്ചിട്ട് തുറന്നു നോക്കിയപ്പം ഈ നമ്മുടെ ബൾബ് വെട്ടം ഇല്ല, ഒരു CFL ലാമ്പൊക്കെ ഇടുന്ന ആ ഒരു വെട്ടത്തിൽ എന്നെ കാണിച്ചു തന്നു. അത് നല്ലതുപോലെ ഞാൻ കണ്ടു. എന്ത് രസമാണ്, സ്വർഗത്തിൽ പോയാൽ നമുക്ക് തിരിച്ചു വരാനേ തോന്നത്തില്ല. പിതാവാം ദൈവത്തിന് ഞാൻ നല്ലപോലെ ഉണ്ടെന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ തേജസ്സുള്ള പിതാവിനെ എൻ്റെ അപ്പൻ്റെ കൈ ഞാൻ മുറുക്കെ പിടിച്ചപ്പം എന്നെ എന്നെ അതുകൂട്ട് കത്തിച്ചാണോ അതോ പിതാവിൻ്റെ വെട്ടം കുറച്ചാണോ എന്തോന്ന് അറിയത്തില്ല, ഞാൻ നല്ല വൃത്തിക്ക് കണ്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ശോഭ കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് ആ സ്വർഗത്തിൽ നിന്നേ വരാൻ തോന്നത്തില്ല. അതുകൂട്ട് നല്ല രസമാണ്. സ്വർഗത്തിൽ പോയാൽ ദൂതന്മാരുടെ ചുറ്റും നിന്ന് കളിക്കാം, ദൂതന്മാരുടെ കൂടെ നിന്ന് പാട്ട് പാടാം, എന്തോ വേണം ചെയ്യാം. സ്വർഗത്തിൽ നമുക്ക് കംപ്ലീറ്റ് ഫ്രീഡമാണ്. സ്വർഗത്തിൽ പോയി ഞാൻ കണ്ടപ്പോൾ ഇതുപോലെ തന്നെ I was astounded hearing such, he was speaking such wisdom and he was speaking it so simple. അല്ലേ, ഞാൻ തൊട്ടെന്നേ. ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നോ? ആ മോൻ പറഞ്ഞു വന്നപ്പം യേശു ആ മോനെ തൊട്ട് കഴിഞ്ഞപ്പോഴാണ് പിതാവാം ദൈവത്തെ കണ്ടത്. You can only see God through Jesus Christ. We are in amazing times. ഈ വരും എപ്പിസോഡുകളിൽ നമുക്ക് ഇനിയും സാക്ഷ്യങ്ങൾ കേൾക്കാം, ഇനിയും സൂപ്പർ നാച്ചുറൽ എക്സ്പീരിയൻസസ്. ഇതെല്ലാം കേട്ട് ഇത് കാണിക്കുന്ന എന്തിനാണെന്നറിയോ? എല്ലാവരും കൊതിക്കണം ഇതിനു വേണ്ടി. കൊതിച്ചാൽ നിങ്ങൾക്കും അത് കിട്ടും. യേശു പറഞ്ഞ those who thirst come to me എന്നാ. ആവശ്യക്കാർ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? I will do it. He is a good father. So we are going to pray right now. നമ്മളിപ്പോൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇത് എല്ലാം നിങ്ങൾക്കും അനുഭവിക്കട്ടെ.
നിങ്ങളൊക്കെ ആഗ്രഹിച്ചാൽ ഇത് നടക്കും. ആമേൻ. പ്രാർത്ഥിക്കാം. യേശുവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീസസ്, you are our Father. You are our God. Jesus, I pray for each and every one watching me through TV right now. Let your love just flow into that room, Jesus. യേശു, അങ്ങയുടെ സ്നേഹം ഇപ്പോൾ ആ റൂമിലേക്ക് ഇറങ്ങിച്ചെല്ല്. Let them feel you. Let them know you. Let them encounter supernatural experiences so that they don't have any more ties to this world, but only their focus will be upon you, Jesus. യേശുവേ, നന്ദി. Thank you, Jesus. In Jesus' name we pray. Amen. Amen. God bless you. കർത്താവ് ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അടുത്ത തവണ കാണും വരെയും യേശു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.